നമ്മൾ ടി വി കാണുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പാട്ടുണ്ട്. അസ്ലി മസാലെ സച്ച് സച്ച് എം ഡി എച്ച്. ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മുഖമുണ്ട്. ചുവന്ന തലപ്പാവ് ധരിച്ച, വെളുത്ത വലിയ മീശയുള്ള, കണ്ണട വെച്ച, എപ്പോഴും ചിരിക്കുന്ന ഒരു മുത്തശ്ശൻ. നമ്മളിൽ പലരും അദ്ദേഹത്തെ എം.ഡി.എച്ച് അങ്കിൾ എന്നും ദാദാജി എന്നുമൊക്കെയാണ് സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മഹാശയ് ധരംപാൽ ഗുലാത്തി എന്നാണ്. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന വ്യവസായത്തിലെ, അതായത് സ്പൈസ് ഇൻഡസ്ട്രിയിലെ രാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ നമ്മൾ ടി വിയിൽ കണ്ട ആ ചിരിക്കുന്ന മുഖത്തിന് പിന്നിൽ കഠിനമായ ഒരു ജീവിതകഥയുണ്ട്. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പോരാളിയുടെ കഥയാണത്. പാകിസ്ഥാനിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ ഇന്ത്യയിലേക്ക് വന്ന ഒരു അഭയാർത്ഥി എങ്ങനെയാണ് കോടികൾ ആസ്തിയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ആ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. 1923 മാർച്ച് 27 ഇന്നത്തെ പാകിസ്ഥാനിലുള്ള സിയാൽകോട്ട് എന്ന സ്ഥലത്താണ് ധരംപാൽ ഗുലാത്തി ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ചുന്നിലാൽ ഗുലാത്തിക്ക് അവിടെ സ്വന്തമായി ഒരു ചെറിയ മസാലക്കടയുണ്ടായിരുന്നു. മഹാശിയാൻ ദി ഹട്ടി എന്നായിരുന്നു ആ കടയുടെ പേര്. ഇതിന്റെ അർത്ഥം മാന്യനായ മനുഷ്യന്റെ കട എന്നാണ്. സിയാൽകോട്ടിലെ ജനങ്ങൾക്കിടയിൽ ഈ കട വളരെ ഫേമസ് ആയിരുന്നു. ദഗ്ഗി മിർച്ച് വാല എന്ന പേരിലും അച്ഛന്റെ കട അറിയപ്പെട്ടിരുന്നു. ധരംപാൽ ഗുലാത്തിക്ക് പഠിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പുസ്തകങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഇഷ്ടം കളിക്കാനായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം സ്കൂൾ പഠനം നിർത്തി. അന്ന് അദ്ദേഹത്തിന് വെറും 10 വയസ്സായിരുന്നു പ്രായം. പഠനം നിർത്തിയ മകനെ വെറുതെ ഇരിക്കാൻ അച്ഛൻ സമ്മതിച്ചില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ അച്ഛൻ ഉപദേശിച്ചു. അങ്ങനെ അദ്ദേഹം പല ജോലികളും പരീക്ഷിച്ചു നോക്കി. ആദ്യം കണ്ണാടി വിൽക്കുന്ന ബിസിനസ് തുടങ്ങി. പിന്നെ സോപ്പ് നിർമ്മാണം, മരപ്പണി, തുണിക്കച്ചവടം, അരിക്കച്ചവടം എന്നിങ്ങനെ പലതും നോക്കി. പക്ഷേ ഒന്നിലും അദ്ദേഹത്തിന് വലിയ വിജയം കണ്ടെത്താനായില്ല. ഒടുവിൽ 15ാം വയസ്സിൽ അദ്ദേഹം അച്ഛന്റെ മസാല ബിസിനസ്സിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം മസാലകൾ പൊടിക്കാനും വിൽക്കാനും പഠിച്ചു. അച്ഛന്റെ കൂടെ നിന്ന് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. 1941 18ാം വയസ്സിൽ അദ്ദേഹം ലീലാവതിയെ വിവാഹം കഴിച്ചു. ജീവിതം സന്തോഷമായി മുന്നോട്ടു പോവുകയായിരുന്നു. പക്ഷേ 1947 എല്ലാം മാറിമറിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടു. അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. സിയാൽകോട്ടിൽ അതുവരെ സമാധാനത്തോടെ ജീവിച്ചിരുന്നവർ പെട്ടെന്ന് ശത്രുക്കളായി മാറി. എല്ലായിടത്തും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ധരംപാൽ ഗുലാത്തിക്കും കുടുംബത്തിനും തങ്ങളുടെ വീടും കടയും സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് നാടുവിടേണ്ടി വന്നു. അന്ന് ആ പ്രദേശത്ത് വലിയ അക്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ജീവനും കൊണ്ട് ഓടുന്നതിനിടയിൽ പലതും അവർക്ക് നഷ്ടമായി. ട്രെയിനിലാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. ആ യാത്ര ഭയങ്കരമായിരുന്നു. വഴിയിൽ വെച്ച് പലരും കൊല്ലപ്പെട്ടു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹവും കുടുംബവും രക്ഷപ്പെട്ടത്. അവർ ആദ്യം അമൃത്സറിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് എത്തിയത്. അതുവരെ രാജാവിനെ പോലെ ജീവിച്ചിരുന്നവർ പെട്ടെന്ന് ഒന്നുമില്ലാത്തവരായി മാറി. കിടക്കാൻ വീടില്ല, കഴിക്കാൻ നല്ല ഭക്ഷണമില്ല, കയ്യിൽ പണമില്ല. ആ അവസ്ഥയിൽ നിന്ന് കരകയറാൻ അദ്ദേഹം തീരുമാനിച്ചു. അമൃത്സറിൽ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. 1947 സെപ്റ്റംബർ 27 അദ്ദേഹം ഡൽഹിയിലെത്തി. അന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 1500 രൂപ മാത്രമാണ്. അച്ഛൻ തന്ന പണമായിരുന്നു അത്. ഡൽഹിയിലെത്തിയ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ലായിരുന്നു. താമസിക്കാൻ സൗകര്യമില്ലാതിരുന്നതുകൊണ്ട് കുറെ കാലം കഷ്ടപ്പെട്ടു. കരോൾബാഗ് എന്ന സ്ഥലത്ത് ഒരു ചെറിയ മുറിയിലാണ് അദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിച്ചത്. ആ മുറിയിൽ കറന്റോ വെള്ളമോ ബാത്റൂം സൗകര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലുള്ള പണം കൊണ്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ വലിയ മുതൽ മുടക്ക് നടത്താൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹം 650 രൂപ കൊടുത്ത് ഒരു കുതിരവണ്ടി വാങ്ങി. കുതിരവണ്ടി ഓടിച്ച് പണം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം കരുതി. ഡൽഹിയിലെ കൊനോട്ട് പ്ലേസിൽ നിന്ന് കരോൾ ബാഗിലേക്കും തിരിച്ചും അദ്ദേഹം ആളുകളെ കുതിരവണ്ടിയിൽ കൊണ്ടുപോയി. 2 അണ കരോൾ ബാഗ്, 2 അണ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാണ് അദ്ദേഹം യാത്രക്കാരെ വിളിച്ചിരുന്നത്. ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകനായിരുന്ന അദ്ദേഹം തെരുവിൽ വണ്ടി വലിക്കുന്നവനായി മാറി. പലരും അദ്ദേഹത്തെ കളിയാക്കി. ചിലർ മോശമായി പെരുമാറി. പക്ഷേ അദ്ദേഹം തളർന്നില്ല. കുടുംബത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറായിരുന്നു. കുറച്ചു മാസങ്ങൾ കൂടി അദ്ദേഹം കുതിരവണ്ടി ഓടിച്ചു. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തുച്ഛമായിരുന്നു. മാത്രമല്ല ആ ജോലിയിൽ അദ്ദേഹത്തിന് വലിയ സംതൃപ്തി തോന്നിയില്ല. എനിക്കിതിലും നന്നായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ആ കുതിരവണ്ടി വിറ്റു. കുതിരവണ്ടി വിറ്റ് കിട്ടിയ പണവും കയ്യിലുണ്ടായിരുന്ന ബാക്കി പണവും ചേർത്ത് അദ്ദേഹം കരോൾബാഗിലെ അജ്മൽ ഖാൻ റോഡിൽ ഒരു ചെറിയ കടമുറി വാടകയ്ക്കെടുത്തു. കടമുറി എന്ന് പറഞ്ഞാൽ വെറും ഒരു തട്ടുകട പോലെ ഒന്ന്. അവിടെ അദ്ദേഹം തന്റെ പാരമ്പര്യ ജോലിയായ മസാല കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചു. കടയ്ക്ക് അദ്ദേഹം പേരിട്ടത് മഹാശിയാൻ ഡി ഹട്ടി ഓഫ് സിയാൽകോട്ട് ദഗ്ഗി മിർച്ച് വാലെ എന്നായിരുന്നു. പാകിസ്ഥാനിൽ തങ്ങൾക്കുണ്ടായിരുന്ന അതേ പേര് തന്നെ അദ്ദേഹം ഇവിടെയും നൽകി. പണ്ട് സിയാൽകോട്ടിൽ നിന്ന് വന്ന് ഡൽഹിയിൽ താമസിക്കുന്ന പലരും ഈ പേര് കണ്ട് അത്ഭുതപ്പെട്ടു. അവർ ആ കടയിലേക്ക് വരാൻ തുടങ്ങി. അക്കാലത്ത് ആളുകൾ മസാലകൾ വീടുകളിൽ തന്നെ ഇടിച്ചു പൊടിക്കുകയായിരുന്നു പതിവ്. അല്ലെങ്കിൽ കടകളിൽ നിന്ന് മസാലപ്പൊടികൾ വാങ്ങും. പക്ഷെ കടകളിൽ കിട്ടുന്ന പൊടികളിൽ മായം കലർത്തുന്നത് അന്ന് പതിവായിരുന്നു. മഞ്ഞൾപ്പൊടിയിൽ നിറം ചേർക്കുക, മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുക തുടങ്ങിയ തട്ടിപ്പുകൾ അന്ന് വ്യാപകമായിരുന്നു. ഇവിടെയാണ് ധരംപാൽ ഗുലാത്തി തന്റെ ബുദ്ധി ഉപയോഗിച്ചത്. അദ്ദേഹം ജനങ്ങൾക്ക് ഒരു ഉറപ്പ് നൽകി. എന്റെ കടയിൽ നിന്ന് വാങ്ങുന്ന മസാലകൾ 100% ശുദ്ധമായിരിക്കും. ഗുണനിലവാരത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അദ്ദേഹം നേരിട്ട് പോയി മുളകും മല്ലിയും മഞ്ഞളുമൊക്കെ നോക്കി വാങ്ങും.
അത് സ്വന്തം മേൽനോട്ടത്തിൽ പൊടിപ്പിക്കും. ഈ സത്യസന്ധത ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ കടയിലെ മസാലകൾക്ക് നല്ല രുചിയും മണവും ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ കടയിൽ തിരക്ക് കൂടി. സിയാൽകോട്ടിലെ ആ പഴയ കടക്കാരൻ ഡൽഹിയിൽ വന്നിട്ടുണ്ട്, അവിടെ നല്ല സാധനം കിട്ടുമെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. ബിസിനസ് മെച്ചപ്പെട്ടപ്പോൾ അദ്ദേഹം 1953 ചാന്ദിനി ചൌക്കിൽ രണ്ടാമത്തെ കട തുടങ്ങി. 1959 കീർത്തി നഗറിൽ സ്വന്തമായി ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. അതൊരു വലിയ വഴിത്തിരിവായിരുന്നു. കൈകൊണ്ട് പൊടിക്കുന്നതിന് പകരം മെഷീനുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അക്കാലത്ത് മസാലകൾ ലൂസായിട്ടായിരുന്നു വിറ്റിരുന്നത്, അതായത് തൂക്കി വിൽക്കും. ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ധരംപാൽ ഗുലാത്തി തീരുമാനിച്ചു. അദ്ദേഹം മസാലകൾ മനോഹരമായ ബോക്സുകളിൽ പാക്ക് ചെയ്ത് വിൽക്കാൻ തുടങ്ങി. ഓരോ കറിക്കും ആവശ്യമുള്ള മസാലകൾ പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കി. ഉദാഹരണത്തിന് ചിക്കൻ മസാല, ചന്ന മസാല, രാജ്മ മസാല എന്നിങ്ങനെ. ഇത് വീട്ടമ്മമാർക്ക് വലിയ സൗകര്യമായി. പാക്കറ്റിൽ ധരംപാൽ ഗുലാത്തിയുടെ ചിത്രം കൂടി വന്നതോടെ ജനങ്ങൾക്ക് ആ ബ്രാൻഡിൽ വലിയ വിശ്വാസം വന്നു. അങ്ങനെ മഹാശിയാൻ ദി ഹട്ടി എന്ന നീളമുള്ള പേര് ചുരുങ്ങി MDH എന്നായി മാറി. MDH മസാലകൾ ഡൽഹിക്ക് പുറത്തേക്കും വളർന്നു. ഇന്ത്യ മുഴുവൻ ആ പേര് പ്രശസ്തമായി. പിന്നീട് വിദേശത്തേക്കും അദ്ദേഹം മസാലകൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. ലണ്ടനിലും അമേരിക്കയിലും ദുബായിലുമൊക്കെ MDH മസാലകൾ കിട്ടാൻ തുടങ്ങി. ഈ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ പരസ്യങ്ങളായിരുന്നു. സാധാരണ വലിയ കമ്പനികൾ അവരുടെ പരസ്യങ്ങളിൽ സിനിമാ നടന്മാരെയോ ക്രിക്കറ്റ് കളിക്കാരെയോ ആണ് അഭിനയിപ്പിക്കാറുള്ളത്. എന്നാൽ MDH മസാലയുടെ പരസ്യത്തിൽ അഭിനയിച്ചത് അതിന്റെ ഉടമസ്ഥനായ ധരംപാൽ ഗുലാത്തി തന്നെയായിരുന്നു. ഇതിനു പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു പരസ്യം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിൽ അഭിനയിക്കാൻ നിശ്ചയിച്ചിരുന്ന നടൻ സമയത്തിനെത്തിയില്ല. സമയം വൈകുന്നു. ഒടുവിൽ ഡയറക്ടർ പറഞ്ഞു, താങ്കൾ തന്നെ ഇതിലൊന്ന് അഭിനയിക്കാമോ എന്ന്. ആദ്യം അദ്ദേഹം മടിച്ചു. ഞാനൊരു നടനൊന്നുമല്ല, എനിക്കിതൊന്നും അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. ആ പരസ്യം ടിവിയിൽ വന്നപ്പോൾ വലിയ ഹിറ്റായി. ആൾക്കാർക്ക് ആ ചിരിക്കുന്ന മുഖം വലിയ ഇഷ്ടമായി. ഒരു മുത്തശ്ശൻ തന്റെ കൊച്ചുമക്കൾക്ക് നല്ല ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന ഫീൽ ആ പരസ്യം നൽകി. പിന്നീട് വന്ന എല്ലാ പരസ്യങ്ങളിലും അദ്ദേഹം തന്നെ അഭിനയിച്ചു. അസ്ലി മസാലെ സച്ച് സച്ച് എന്ന പാട്ടും അദ്ദേഹത്തിന്റെ മുഖവും MDHന്റെ അടയാളമായി മാറി. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ പരസ്യ മോഡൽ ഒരു പക്ഷേ അദ്ദേഹമായിരിക്കും. വലിയ പണക്കാരനായിട്ടും അദ്ദേഹം വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചിരുന്നത്. എന്നും രാവിലെ 4 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കും. പ്രഭാത നടത്തം നിർബന്ധമായിരുന്നു. യോഗയും വ്യായാമവും ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. 90 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം ദിവസവും ഫാക്ടറിയിൽ പോകുമായിരുന്നു. തന്റെ കമ്പനിയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് നേരിട്ട് പരിശോധിക്കും. മസാലകളുടെ ഗുണനിലവാരം അദ്ദേഹം രുചിച്ചു നോക്കി ഉറപ്പുവരുത്തും. ഉപഭോക്താക്കൾ എന്റെ ദൈവമാണ്, അവർക്ക് മോശം സാധനം നൽകാൻ പാടില്ല എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഞായറാഴ്ചകളിൽ പോലും അദ്ദേഹം ജോലി ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ കഠിനാധ്വാനമാണ് MDHനെ ഇത്രയും വലിയ വിജയമാക്കിയത്. 2017 ഇന്ത്യയിലെ FMCG മേഖലയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന CEO അദ്ദേഹമായിരുന്നു. ഹിന്ദുസ്ഥാൻ ലിവർ, ITC തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ മേധാവികളെക്കാൾ കൂടുതൽ ശമ്പളം അദ്ദേഹം വാങ്ങിയിരുന്നു. ഏകദേശം 21 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ വാർഷിക ശമ്പളം. ഇത്രയും പണം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ: പാവങ്ങളെ സഹായിച്ചു. തന്റെ ശമ്പളത്തിന്റെ 90% അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത്. മഹാശയ് ചുന്നിലാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ അദ്ദേഹം ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ഡൽഹിയിൽ പാവപ്പെട്ടവർക്ക് ചികിത്സ നൽകാൻ അദ്ദേഹം വലിയൊരു ആശുപത്രി പണിതു. മാതാ ചന്നൻ ദേവി ഹോസ്പിറ്റൽ എന്നായിരുന്നു അതിന് പേരിട്ടത്. തന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം അത് തുടങ്ങിയത്. 250-ലധികം കിടക്കകളുള്ള ഈ ആശുപത്രിയിൽ പാവങ്ങൾക്ക് സൗജന്യമായി ചികിത്സ ലഭിക്കുന്നു. ഇതുകൂടാതെ അദ്ദേഹം 20-ലധികം സ്കൂളുകൾ സ്ഥാപിച്ചു. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. തനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ വരും തലമുറയ്ക്ക് അത് സംഭവിക്കരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സഹായം എത്തിക്കാനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. കൊടുക്കുന്ന കൈകൾക്ക് ദൈവം തിരിച്ചു നൽകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. എത്ര കൊടുത്താലും അദ്ദേഹത്തിന്റെ സമ്പത്ത് കുറഞ്ഞില്ല, കൂടുകയേ ചെയ്തുള്ളൂ. അദ്ദേഹത്തിന്റെ സേവനങ്ങളെ മാനിച്ച് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2019 ഇന്ത്യൻ സർക്കാർ അദ്ദേഹത്തിന് പത്മഭൂഷൺ പുരസ്കാരം നൽകി. രാഷ്ട്രപതി ഭവനിൽ വെച്ച് അവാർഡ് വാങ്ങുമ്പോൾ അദ്ദേഹം രാഷ്ട്രപതിയെ അനുഗ്രഹിച്ചത് വലിയ വാർത്തയായിരുന്നു. പ്രായത്തിൽ മുതിർന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹം ആ സ്വാതന്ത്ര്യം എടുത്തത്. എല്ലാവരും അത് സ്നേഹത്തോടെ കണ്ടു. പല ബിസിനസ് അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2020 ഡിസംബർ 3 97-ാം വയസ്സിൽ മഹാശയ് ധരംപാൽ ഗുലാത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹൃദയാഘാതം മൂലമായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ മരണം ഇന്ത്യയെ മുഴുവൻ സങ്കടത്തിലാഴ്ത്തി. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും സിനിമാ താരങ്ങളും എല്ലാം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരു സാധാരണ മനുഷ്യന് എത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ കഴിയും എന്നതിന്റെ തെളിവായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. മരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ ഒരാളായിരുന്നു. ധരംപാൽ ഗുലാത്തിയുടെ ജീവിതം നമുക്ക് വലിയൊരു പാഠപുസ്തകമാണ്. ഒന്നാമതായി, തുടങ്ങാൻ പണം ഒരു തടസ്സമല്ല. 1500 രൂപയിൽ നിന്നാണ് അദ്ദേഹം കോടികളുടെ സാമ്രാജ്യം ഉണ്ടാക്കിയത്. മനസ്സിൽ നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ശൂന്യതയിൽ നിന്നും വിജയമുണ്ടാക്കാം. രണ്ടാമതായി, പരാജയങ്ങളെ ഭയക്കരുത്. കുതിരവണ്ടി ഓടിക്കേണ്ടി വന്നപ്പോഴും പല ജോലികൾ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം തളർന്നില്ല. ഓരോ പരാജയവും പുതിയൊരു പാഠമായി അദ്ദേഹം കണ്ടു. മൂന്നാമതായി, സത്യസന്ധത. ബിസിനസ്സിൽ കള്ളത്തരം കാണിക്കാതെയും വിജയിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഗുണനിലവാരത്തിൽ ശ്രദ്ധിച്ചാൽ വിജയം താനേ വരും.
നാലാമതായി സഹജീവി സ്നേഹം. നമ്മൾ സമ്പാദിക്കുന്നതിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നത്. തന്റെ സമ്പത്തിന്റെ ഭൂരിഭാഗവും അദ്ദേഹം സമൂഹത്തിന് തിരിച്ചു നൽകി. അഭയാർത്ഥിയായി വന്ന് കുതിരവണ്ടി ഓടിച്ച് ഒടുവിൽ മസാല രാജാവായി മാറിയ അദ്ദേഹത്തിന്റെ കഥ വരും തലമുറകൾക്ക് എന്നും ആവേശം നൽകുന്ന ഒന്നായിരിക്കും.